ബാക്ക് റൂം എന്ന സിനിമ കണ്ട് എൻ്റെ അവസ്ഥ എന്നറിയോ, കിളി പോയ അവസ്ഥയായിരുന്നു. ഈ ഒരു പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു വേൾഡ് ബിൽഡിംഗ് പോകുന്നില്ല. അത്ര ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ പേഴ്സണലി തന്നത്. ഈ ഒരു പടം കണ്ട് ഞാൻ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പുറകിൽ നിന്നുള്ള ടോക്കുകളാണ്, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ, ഒബ്സഷൻ ആണോ അത് ഇതാണോ എന്ന്. എല്ലാവർക്കും ഒബ്സഷൻ ഇഷ്ടപ്പെടുള്ളൂ, ദാറ്റ് ഇസ് ട്രൂ. ബിക്കോസ് അതൊരു തറലി എന്റർടൈനിങ് ആയ ഒരു ഹൊറർ പടമായിരുന്നു. വെരി എന്റർടൈനിങ്. ശരിയാണ്, കുറെ പേടിക്കാനുണ്ടെങ്കിലും ഇറ്റ് വാസ് വെരി എന്റർടൈനിങ്. ഇത് അങ്ങനത്തെ ഒരു സിനിമ അല്ല. ഈ ഒരു സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഞാൻ വാക്ക് തരുവാണ്. നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വിയേർഡ് സിനിമ, അൾട്രാ ലെവൽ വിയേർഡ് സിനിമ ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുറേ ഹിഡൻ ഡീറ്റെയിൽസ് ഉള്ള മിസ്റ്ററി സൈക്കോളജിക്കൽ ഹൊറർ മൂവിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് വർക്കാവും. നോർമൽ ഓഡിയൻസിനൊന്നും എല്ലാവർക്കും ഈ പടം കണക്ട് ആവുന്നില്ല. സോ അതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഈ പടത്തിന് പോകാൻ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബോ ഇസ് എഫ്രൈഡ് എന്നൊരു ആരി ആസ്റ്ററിന്റെ പടം. ആ പടം നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെ കണ്ടോന്ന് അറിയില്ല, അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ പടം മോസ്റ്റ്ലി വർക്കാവും. ഈ ഒരു സിനിമ അല്ലെങ്കിൽ ബാക്ക് റൂം എന്ന കൺസെപ്റ്റ് തന്നെ അത് ഈ ഒരു സിനിമയിലൂടെ വന്നതല്ല. 2019 ഇറങ്ങിയ വൈറലായ ഒരു ഇമേജും അതേപോലെ ക്രീപ്പി പാസ്റ്റയുടെ സ്റ്റോറിയിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ പതിയെ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതേപോലെ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നറിയോ, അൺപ്രഡിക്റ്റബിലിറ്റി. നമുക്ക് ഈ സിനിമ എങ്ങോട്ടാണ് പോണേ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ഐഡിയ കിട്ടില്ല. ഇതിൽ ഓരോ ഡോർ തുറക്കുമ്പോഴും, ഓരോ ഹോൾവേയിൽ അല്ലെങ്കിൽ ഓരോ കോറിഡോറിലൂടെ പോകുമ്പോഴും നമുക്ക് ഭയങ്കര അൺഈസിനെസ് ആണ്. ബിക്കോസ് എങ്ങോട്ടാണ് ഈ ക്യാരക്ടേഴ്സ് പോണേ നമുക്ക് ഒരു ഇതിലും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതേപോലെ ഈ ഒരു കാൾ പിയേഴ്സൺ, ഈ ഒരു ക്രിയേറ്റർ, ഈ ഡയറക്ടർ തന്നെയാണ് പണ്ടേ മുതൽ ആളുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു ഫൗണ്ട് ഫൂട്ടേജ് വീഡിയോ ഇടുമായിരുന്നു, ഈ ഒരു ബാക്ക് റൂം കൺസെപ്റ്റ് വെച്ചിട്ട്. അങ്ങനെയാണ് ഇത് വലിയൊരു വേൾഡ് വൈഡ് ഫേമസ് ആയ ഒരു കൺസെപ്റ്റായി മാറിയത്. ഈ ഒരു സംഭവം ഭയങ്കര ഫേമസ് ആയത്. ആൻഡ് കാൾ പിയേഴ്സൺ, വാട്ട് എ വിഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി എന്ത് ലെവലിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ഞെട്ടിപ്പോയി. ഇതിൽ ഓരോ ഹോൾവേ ആണെങ്കിലും, ഇതിൽ ഓരോ ഡോറും, ഇതിൽ ഓരോ കോറിഡോറും നമ്മളെ അൺകംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു ക്രിയേഷനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ, ഇതിൻ്റെ മിസ്റ്ററി എല്ലാം ടോപ്പ് നോച്ച് ഫിൽം മേക്കിംഗ് ആൻഡ് ടോപ്പ് നോച്ച് ടീമാണ് നിങ്ങൾ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഫൗണ്ട് ഫൂട്ടേജ് സീൻസ് ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ വരും. അന്നത്തെ ലീഗിൽ നമുക്ക് ടെൻഷൻ വരുന്ന കുറേ ഫൗണ്ട് ഫൂട്ടേജ്, കുറേ സിനിമാറ്റോഗ്രാഫി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ആ ക്യാരക്ടേഴ്സിനൊപ്പം പോകുന്ന രീതിയിൽ കുറേ അടിപൊളി വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ സിനിമാറ്റോഗ്രാഫർ. ആൻഡ് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയില്ലേ നമുക്ക് ഉത്തരങ്ങൾ തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അങ്ങോട്ട് കൂടുതൽ സിനിമയോട് നമ്മൾ ചോദ്യം ചോദിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഡയറക്ടർ തന്നെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് ഈ പാഠം കംപ്ലീറ്റ്ലി ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് തന്നെയാണ്. ബിക്കോസ് എനിക്ക് ഉറപ്പാണ് ഈ പാഠം OTT ഇറങ്ങുമ്പോഴല്ലോ വലിയൊരു ഡിസ്കഷൻ ഉണ്ടാവും ഈ സിനിമയെ പറ്റി. ബിക്കോസ് ഓരോ വ്യൂവറിനും ഓരോ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും. ഓരോ ആൾക്കും ഓരോ പുതിയ ഡീറ്റെയിൽസ് കണ്ടെത്തി പറയാനേ സമയം ഉണ്ടാവുള്ളൂ. അത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ഉള്ള ഒരു വലിയ സിനിമയാണ്. വീണ്ടും വീണ്ടും കണ്ടാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, ബാക്ക് റൂം ഒരു സാധാ സിനിമയല്ല. ഇതൊരു സിമ്പിൾ ഹോറർ പടയുടെ കൂട്ടുകാർ. ഇതൊരു സയൻസ് ഫിക്ഷൻ സൈക്കോളജിക്കൽ ഹോറർ മൂവി എക്സ്പീരിയൻസ് ആണ്. ഇതൊരു എക്സ്പീരിയൻസ് ആണ് തന്നെ പറയാം. ഒരു ഡിഫറെന്റ് യുണീക്ക് ഹോറർ മൂവി എക്സ്പീരിയൻസ്. നിങ്ങൾ കുറേ ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു ഹോറർ മൂവിയാണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യിക്കാം. പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് മിസ്റ്ററി, അറ്റ്മോസ്ഫിയർ, സൈക്കോളജിക്കൽ ഹോറർ, ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ ഒരു ഹോറർ പടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടങ്ങൾ ഇഷ്ടമാണ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പടം കണക്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് 2026 തരുന്ന ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കെയ്ൻ പിയേഴ്സന്റെ ബാക്ക് റൂം. സോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.